അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ PM-ശ്രീ എന്ന് പറഞ്ഞിട്ടല്ല പണം തരുന്നത്. PM-ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. ഈ ഒപ്പിട്ടതിൻ്റെ 4-ാം ദിവസം SSK ഫണ്ടിൽ 93 കോടി അറൗണ്ടാണ്, 92 പോയിന്റ് സംതിങ് ആണ്, 93 കോടി രൂപ റിലീസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും കാലം തടഞ്ഞു വെച്ചത് ഒപ്പിടാത്തതുകൊണ്ടായിരുന്നു. ഒപ്പിട്ടപ്പോൾ PM-ശ്രീക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, കേന്ദ്രം നമുക്ക് തരേണ്ട SSK വിഹിതം, SSK ഫണ്ട് തന്നു. വീണ്ടും പിന്നീട് ഒരു 6-7 കോടി വന്നു. അങ്ങനെ 99 കോടി രൂപ ആ ഇനത്തിൽ വന്നിട്ടുണ്ട്. അത് PM-ശ്രീ ഫണ്ടല്ല എന്നാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അതിലൊരു സ്റ്റാൻഡ് എടുത്തത്. അതല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല PM-ശ്രീ ഫണ്ടാണ്.